പ്രിയമുള്ളവരെ, ഈ കുഞ്ഞൻ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് കേരളത്തിന്റെ മതേതര പൈതൃകം എത്രമാത്രം വിശാലമാണ് എന്നുള്ളതിന്റെ ധാരാളം കാഴ്ചകൾ കേരളത്തിന്റെ വിവിധ മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിലൂടെ കാണുന്നത്. കാണുന്ന കാഴ്ചകൾ തിരുവനന്തപുരത്ത് നിന്നാണ്. ഇവിടെ മധ്യത്തിലായി പാളയം മസ്ജിദും ഇടത് സൈഡിലായി ഹൈന്ദവ ദേവാലയവും വലത് സൈഡിലായി ക്രിസ്ത്യൻ ചർച്ചും കാണാം. ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്ന പാളയത്ത് നിന്നാണ്. മാത്രമല്ല, മറ്റൊരു സവിശേഷതയും കൂടി പാളയത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പട്ടാളക്കാരുടെ പ്രധാന കേന്ദ്രം കൂടെയായിരുന്നു പാളയം എന്നും അറിയാൻ സാധിച്ചു. ഒരുപക്ഷെ അങ്ങനെ ഒരു കാരണത്താലാകാം ഈ ഒരു പ്രദേശത്തിന് പാളയം എന്ന് പേര് വരാൻ കാരണം. എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രേക്ഷകരിൽ പലരും ഇങ്ങനെയൊരു കാഴ്ച നേരിട്ടും അല്ലാതെയും ധാരാളം കണ്ടിട്ടുണ്ടാകും എന്നറിയാം. എങ്കിലും നന്മയുള്ള കാഴ്ചകൾ വീണ്ടും വീണ്ടും കാണുന്നത് നന്മയുള്ള മനസ്സുകൾക്ക് സന്തോഷം നൽകുന്നതായിരിക്കും എന്നൊരു വിശ്വാസം തന്നെയാണ് ഈ വീഡിയോക്ക് പ്രചോദനം. ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിയമസഭാ മന്ദിരം തല ഉയർത്തി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ മഹത് വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.